friends, welcome to the channel. Now, we will unbox the DIGITEK continuous LED light. This is our box. The box is at least our studio light. We will upgrade our studio. We will room and actually room. We will studio light video purpose light important. Normal bulb, 50 watt bulb വെച്ചിട്ട് അതിന്റെ ഒരു സോഫ്റ്റ് ബോക്സ് normal soft box നെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു normal white കോഡ് ആയിരുന്നു umbrella ആയിരുന്നു അപ്പോൾ നമ്മൾ അത് fully upgrade ചെയ്തിട്ട് ഒറിജിനൽ പ്രൊഫഷണൽ ആയിട്ടുള്ള എന്താ പറയാ LED ലൈറ്റും അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് ബോക്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ലൈറ്റ് നമുക്ക് വന്നിട്ടുള്ളൂ സോഫ്റ്റ് ബോക്സ് നമ്മുടെ പ്രൊഫഷണൽ സോഫ്റ്റ് ബോക്സ് നമുക്ക് വന്നിട്ടില്ല അത് 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ അത് കുറച്ച് ലേറ്റ് ആണ് അത് നമ്മൾ ഗോഡോക്സിന്റെ ചെയ്തു 32 ഇഞ്ചിന്റെ ഗോഡോക്സിന്റെ ചെയ്തു ഇത് 150 വാട്ടിന്റെ DIGITEK ന്റെ ആണ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇതിന് ഓൾമോസ്റ്റ് പ്രൈസ് വന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 13600 ആ റേഞ്ച് ഒക്കെ പ്രൈസ് വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ ഇടാം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 11 റേഞ്ചിലൊക്കെ കിട്ടാനുള്ള ഒരു ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട് ട്ടാ താല്പര്യമുണ്ടെങ്കിൽ നോക്കാം എന്താ വെച്ചാൽ ഈ റേഞ്ചിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ലൈറ്റ് വേറെ ബെസ്റ്റ് ഇതിനങ്ങാട്ടും കൂടുതൽ കിട്ടില്ല പിന്നെ DIGITEKന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് കൊടുത്ത് പറയണ്ടല്ലോ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് അവർ ക്യാമറ അക്സസറീസും സംഭവങ്ങളൊക്കെ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ് സംഭവം ഇമ്പോർട്ടഡ് ഫ്രം ചൈന തന്നെയാണ് കേട്ടോ മിക്ക പ്രോഡക്ട്സ് ഇമ്പോർട്ടഡ് ഫ്രം ചൈന തന്നെയാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സാധനങ്ങളാണ് ഇവർ ഇമ്പോർട്ട് ചെയ്യുന്നത് ഒരു സംഭവം ഉണ്ട് ഇത് നമുക്ക് റിമോട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ വാം ലൈറ്റ് ആക്കാം ഇതാക്കാം എന്താ പറയുക ലൈറ്റ് സെൻസിറ്റിവിറ്റി കുറയ്ക്കാം 150 വാട്ടിന് വേണമെങ്കിൽ സെൻസിറ്റിവിറ്റി കുറയ്ക്കാം നമുക്ക് ഡിസ്പ്ലേ വരുന്നുണ്ട് ഇതിൻ്റെ ബാക്കിലായിട്ട് ഞാൻ അത് അടുത്തൊരു കാണിച്ചു തരാം കളർ ടെമ്പറേച്ചർ നമുക്ക് ഇതിൽ വരുന്നത് 5600 കെൽവിനാണ് കേട്ടോ വോൾട്ടേജ് റിമോട്ട് കൺട്രോൾ ഡിസ്റ്റൻസ് 10 മീറ്റർ വരെ കിട്ടും നമുക്ക് പിന്നെ LED ക്വാണ്ടിറ്റി ഒരു പീസിൻ്റെ LED ആണ് വലുത് വരുന്നത് അത് കാണിച്ചു തരാം 150 വാട്ടിൻ്റെ ഔട്ട്പുട്ട് പവർ നമുക്ക് വരുന്നുണ്ട് പിന്നെ CRI 95 വരുന്നുണ്ട് CRI ട്ടാ അപ്പോൾ ഇതിൽ നമുക്ക് ഞാൻ എന്തായാലും ബോക്സ് പരിചയപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് പറയാം ട്ടാ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാൻ മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ചാനലിലെ പേജ് നമ്മൾ Amazon തുടങ്ങിയത് ചെക്ക് കൊടുത്തൊക്കെ മറക്കണ്ട ട്ടാ നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ട്ടാ പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ് പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം ട്ടാ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി എല്ലാ സംഭവങ്ങളും കിട്ടും ട്ടാ വീഡിയോയ്ക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട DIGITEKന്റെ ലൈറ്റിൻ്റെ ബോക്സ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓവർ ഹെഡ് ട്രൈപോഡ് എടുക്കാൻ കുറച്ച് പാടാണ് നമ്മുടെ നോർമൽ ട്രൈപോഡിൽ അപ്പോൾ നമ്മൾ ട്രൈപോഡും അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് നമ്മൾ DIGITEKന്റെ തന്നെ ഒരു ഓവർ ഹെഡ് ട്രൈപോഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും വരുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് അത് വന്നിട്ട് നോക്കാം ട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനമായിരിക്കും അപ്പോൾ ഏതായാലും നമുക്ക് ബോക്സ് പരിചയപ്പെടാം DIGITEKന്റെ ബ്രാൻഡിങ് ഉണ്ട് കണ്ടിന്യൂസ് LED ലൈറ്റ് വിത്ത് 18 സെൻറ്റിമീറ്റർ റിഫ്ലക്ടറിന് കൊടുത്തിട്ടുണ്ട് ഈ റിഫ്ലക്ടർ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ട്ടോ പക്ഷേ നമുക്ക് ഈ റിഫ്ലക്ടർ ആവശ്യമില്ല നമ്മൾ ഒരു സോഫ്റ്റ് ബോക്സ് ഇതിൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ട് നമുക്ക് സെപ്പറേറ്റ് ഫുൾ സെറ്റപ്പ് ചെയ്യാം അപ്പോൾ റിമോട്ട് ഉണ്ട് മെയിൻ സംഭവം ഉണ്ട് നമുക്ക് ഇതിലൂടെ സ്റ്റാൻഡ് വരുന്നില്ല നിങ്ങളുടെ കയ്യിൽ ഒരു ലൈറ്റ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ലൈറ്റ് സ്റ്റാൻഡുകളുണ്ട് DIGITEKന്റെ തന്നെ ഉണ്ട് എൻ്റെ കയ്യിൽ വേറെ പിന്നെ ഇവിടെ കൊടുത്തേക്കുന്നത് LED സ്റ്റുഡിയോ ലൈറ്റ് ആണ് കോബ് ലൈറ്റ് ആണ് ഹൈ CRI വരുന്നുണ്ട് ഡേ ലൈറ്റ് ആണ് ബോൺസ് മൗണ്ട് ആണ് വരുന്നത് ബോൺസ് മൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ നമ്മുടെ എന്താ പറയുക ഈ സോഫ്റ്റ് ബോക്സ് വാങ്ങിക്കുമ്പോൾ ബോൺസ് മൗണ്ട് ഉള്ള സോഫ്റ്റ് ബോക്സ് ആണ് വാങ്ങിക്കണം കേട്ടോ കളർ ടെമ്പറേച്ചർ 5600 കെൽവിനാണ് ലൂമിനസ് ഫ്ലക്സ് വരുന്നത് 13500 LM ആണ് അതുപോലെ തന്നെ ഔട്ട്പുട്ട് പവർ 150 വാട്ടാണ് കേട്ടോ മുകളിലായിട്ടൊന്നുമില്ല ഈ സൈഡിലായിട്ട് അവരുടെ കുറച്ച് കൺട്രോൾ പാനൽ സംഭവങ്ങൾ കൊടുത്തതിൻ്റെ ബാക്കിൽ നമുക്ക് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് സെയിം കുറച്ച് ഫീച്ചേഴ്സ് തന്നെ കൊടുത്തിട്ടുണ്ട് MRP ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ സൈഡിലായിട്ട് കാണാം കണ്ടോ നമുക്ക് ഈ സൈഡിലായിട്ട് കാണാം അതിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് ഫീച്ചേഴ്സായിട്ട് DIGITEK കണ്ടിന്യൂസ് LED ഫോട്ടോ വീഡിയോ ലൈറ്റ് യൂണിക് മോഡേൺ മിൽഫേസ് ടൂൾ ടു ഡിസൈൻ കാറ്റർ ഫോട്ടോഗ്രാഫർ ആസ്തെറ്റിക് ഐഡിയൽ സൂട്ടബിൾ ഫോർ ഓൾ കൈൻഡ് ഓഫ് സ്മോൾ പ്രൊഡക്ഷൻ ഫോട്ടോഗ്രാഫി പവർ സേവിങ് ആൻഡ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ പിന്നെ ന്യൂ ഗ്രീൻ ഹൈ ടെക്നോളജി പ്രൊഡക്ഷൻ ആണ് മുന്നേ കൊടുത്തിട്ടുണ്ട് ബ്രേക്കേജ് ക്യാൻ അഡ്ജസ്റ്റ് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ്മെൻറ്റ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മെയ്ഡ് ഓഫ് ഹൈ സ്ട്രെങ്ത് അലുമിനിയം അലോയ് ആണ് പ്ലാസ്റ്റിക് ഔട്ടർ കേസിംഗ് ആണ് വരുന്നത് മൗണ്ടിങ് ഇസ് ഓൾസോ ഇൻഡിവിജ്വലി ഡിസൈൻഡ് വിച്ച് ലുക്ക് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇറ്റ് ഹാസ് ലേറ്റസ്റ്റ് സ്ട്രോങ് ആൻറ്റി ജാമിംഗ് CPU വിച്ച് മേക്സ് സർക്യൂട്ട് ആൻഡ് സ്ട്രക്ചർ മോർ സിമ്പിൾ ആൻഡ് റിസണബിൾ എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് MRP കൊടുത്തേക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് 12,000 ആണ് കൊടുത്തേക്കുന്നത് നമുക്ക് ആക്ച്വലി ഇത് ഒരു 9,000 റേഞ്ചിൽ ടു 11,000 റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം ഇതിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുക അതായിരിക്കും നല്ലതെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഫുള്ള് സെറ്റപ്പ് ചെയ്യുമെങ്കിൽ നമ്മുടെ ഈ പൊസിഷനിൽ കൊള്ളില്ല അപ്പോൾ അതിന് നമ്മളിത് ഓവർ ഹെഡ് അല്ല വെച്ചിരിക്കുന്നത് സൈഡിൽ നിന്ന് നമ്മൾ വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയുന്നതായിരിക്കും അപ്പോൾ ഓവർ ഹെഡ് നമ്മുടെ ട്രൈപോഡ് എന്തായാലും വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ശരിയാക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സിലുള്ള ഫുൾ സാധനങ്ങൾ ഇത് നമുക്ക് നമ്മുടെ റിഫ്ലക്ടറാണ് ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഇത് ഈ ലൈറ്റ് നിങ്ങൾ കാണുന്ന പോലെ ഭയങ്കര ഹെവി വെയിറ്റ് ഒന്നും അല്ല കേട്ടോ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് എന്തായാലും ഈ റിഫ്ലക്ടർ പുറത്തേക്ക് എടുക്കാം
ഇത് അത്യാവശ്യം അലുമിനിയം സംഭവം തന്നെയാണ് കണ്ടോ. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് സംഭവങ്ങളൊക്കെ നമ്മുടെ പിന്നെ നമുക്കൊരു വലിയ പവർ കോഡ് ഉണ്ട്. അതാണ് നമ്മൾ അടുത്ത് കാണിക്കേണ്ടത്. വലിയ പവർ കോഡ് ഉണ്ട്. 2 പിന്നാണ് വരുന്നത്, 3 പിന്നല്ല. വലിയ പവർ കോഡാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ലെങ്ത്തിൽ വയ്ക്കാൻ പറ്റും. ഞാൻ എന്തായാലും പവർ കോഡ് പുറത്തേക്ക് എടുക്കാം. എന്താ കണ്ടോ, അത്യാവശ്യം പവർ കോഡ് ഉണ്ട്. നമുക്ക് അതിന് പറ്റിയ പ്രൊപ്പറേറ്ററി ചാർജർ തന്നെയാണ് വരുന്നത്. ചാർജറല്ല, കണക്ടർ. അപ്പോൾ അത് നമ്മൾ എടുത്ത് വെച്ചു. പിന്നെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ മാനുവലും വാറണ്ടി സംഭവങ്ങളൊക്കെ വന്നിട്ടൊരു ബുക്ക്ലെറ്റ് വരുന്നുണ്ട് കണ്ടോ. ഇത് നമുക്ക് തൽക്കാലം ബോക്സ് തന്നെ ഇടാം. പിന്നെ ഒരു റിമോട്ട് വരുന്നുണ്ട് കണ്ടോ. നോർമൽ റിമോട്ടാണ്. ബാറ്ററി എന്തായാലും ഇല്ല. എനിക്ക് വെയിറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ബാറ്ററി ഇല്ല. അപ്പോൾ ബാറ്ററി നമുക്ക് ഇടണം. പിന്നെ നമ്മുടെ മെയിൻ ലൈറ്റ്, ഇതാണ് നമ്മുടെ ലൈറ്റ്. ഡിജിടെക്കിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലൈറ്റ് കണ്ടോ. ഇതാണ് നമ്മുടെ ലൈറ്റ്. ഡിജിടെക് കണ്ടിന്യൂസ് LED ലൈറ്റ് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു നോബുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാനുള്ളത്. അതിൻ്റെ പ്രൊട്ടക്ഷൻ ഇതാണ്. ഇവിടെയാണ് നമുക്ക് LED ലൈറ്റ് വരുന്നത്. ഇത് നമുക്കൊരു ലൈറ്റ്, ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്ക്രീൻ ഉണ്ട്, പവർ ഓൺ ഓഫ് ബട്ടൺ. നമുക്ക് നമ്മുടെ ബ്രൈറ്റ്നസ് സംഭവങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ. പിന്നെ നമുക്കിത് നമ്മുടെ പവർ കോഡ് കുത്താനുള്ള സംഭവം. പിന്നെ നമുക്കിത് നമ്മുടെ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യാനുള്ള സംഭവം കണ്ടോ. നോർമൽ നമ്മുടെ ലൈറ്റ് സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യാനുള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ ലൈറ്റിൻ്റെ പവർ കാണിച്ചു തരാം. ഞാൻ വേണമെങ്കിൽ സെറ്റപ്പ് ചെയ്യട്ടെ കേട്ടോ. അപ്പം ഞാനിത് ആക്ച്വലി നമ്മുടെ പവർ കോഡിൽ കുത്തിയിട്ടുണ്ട്. പവർ കോഡ് നല്ല നീട്ടുണ്ട് കേട്ടോ, ഭയങ്കര നീട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പവർ കോഡ്. പവർ കോഡ് നമുക്കിവിടെ കുത്തേണ്ടത് ഇവിടെയാണ്. അത് കറക്റ്റ് രീതിയിൽ കുത്തിക്കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്കിനി നമ്മുടെ അതിൽ പവർ ഓൺ ആക്കണം. അപ്പോൾ ഞാൻ ഇതവിടെ വെക്കുകയാണ്. ഞാൻ പവർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ലൈറ്റ് ഉണ്ട് കണ്ടോ. അപ്പോൾ നമുക്കിവിടെ ഒരു ഇൻഡിക്കേഷനും ഉണ്ട്. നമുക്ക് അതിൽ ലൈറ്റ് കത്തുന്നുണ്ട്. ഇവിടെ നമുക്കത് ഓണാക്കുമ്പോൾ അത് കത്തുന്നുണ്ട് കണ്ടോ. പിന്നെ നമുക്കുള്ള ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ നമ്മുടെ എന്താ പറയുക പ്രൊട്ടക്ഷൻ കവർ ഊരണം. അത് ഊരണമെങ്കിൽ ഇത് അമർത്തി പിടിച്ചിട്ട് ഇത് വലിച്ചാൽ മതിട്ടാ. ഇത് വലിക്കുക, ദൂരം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് സെറ്റപ്പ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഞാനത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ ലൈറ്റ് സംഭവങ്ങളൊക്കെ ഊരിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു സിംഗിൾ LED കണ്ട സംഭവത്തിൽ വരുന്നത്. ഇതിൽ നിന്നാണ് ലൈറ്റ് സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ ഞാൻ ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇത് പവർ ഓൺ ആവും. എന്താ കണ്ടു, ലൈറ്റ് കത്തി. അവിടെ 10% കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലൈറ്റ് കാണുന്നതായിരിക്കും. ഇതാ കണ്ടു, ക്യാമറയിലേക്ക് കാണിച്ചാൽ ക്യാമറ ഫുള്ള് ബ്ലർ ആവും. ഇത് 10% കേട്ടോ. ഞാൻ വേണമെങ്കിൽ നമ്മുടെ മെയിൻ ലൈറ്റ് സംഭവങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്തിട്ട് ഒന്ന് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മുടെ നോർമൽ ലൈറ്റാണ്. അപ്പോൾ നമുക്ക് റിമോട്ട് സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ മാനുവലി ഓഫ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ മെയിൻ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സെക്കൻഡറി ലൈറ്റാണ്. അപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഇവിടെ കൺട്രോൾ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ നമ്മുടെ മെയിൻ ലൈറ്റ്, ഫുൾ ലൈറ്റ് ഓഫ് ചെയ്തു. ഇനി നമ്മുടെ ഈ ലൈറ്റ് ഓണാക്കി. ഇത് 10% കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇത് കൂട്ടാം. അയ്യോ ഇതൊക്കെ മുകളിലേക്ക് ലൈറ്റ് പോകണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇവിടെ ഇതിൻ്റെ പവർ നോക്ക്. ഇത് നമ്മളിപ്പോൾ എത്ര ശതമാനമായി അറിയും? 43% ആയിട്ടുള്ളൂ. എന്നിട്ടാണ് ഈ പവർ കണ്ടു 43% ആയിട്ടുള്ളൂ. അതായത് മുകളിലേക്ക് അടിച്ചാൽ തന്നെ അത് റിഫ്ലക്ട് ചെയ്തിട്ട് എൻ്റെ മുകളിൽ വൈറ്റ് ആയതുകൊണ്ട് റിഫ്ലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റ് പോലെ കിട്ടുന്നുണ്ട്. ഒരു രക്ഷയില്ല. നമുക്ക് നമ്മുടെ എന്താ പറയുക ഈ എന്താണ് റിമോട്ട് വഴി നമുക്ക് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നിങ്ങൾക്ക് റിമോട്ടിലൂടെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഇതിൽ നമുക്ക് 50% ആക്കാം, 10% ആക്കാം. ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാം. ഇതിൻ്റെ കെൽവിൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്താ പറയുക നമുക്ക് വാം കളർ വേണമെങ്കിൽ വാം കളർ ആക്കാൻ പറ്റും. അപ്പോൾ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫാൻ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ലൈറ്റ് ഫാൻ നിങ്ങൾക്ക് ചെറുതായിട്ട് ഒരു സൗണ്ട് കേൾക്കുന്നത് കേൾക്കാൻ പറ്റും. ഇങ്ങനെ ചോദിച്ചാലേ കേൾക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അത് ഫുൾ ബ്രൈറ്റ്നസ്സിലിട്ട് കാണിച്ചു തരാം. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് പിടിക്കാൻ പറ്റുന്നില്ലേ. സ്റ്റാൻഡിലല്ലേ വെക്കണ്ടേ. ഇതാകുമ്പോൾ ഇതാ 100% ആയി. നോക്കി ഒരു രക്ഷയിൽ 5-10 ട്യൂബ് ലൈറ്റ് കൂടെ ഒരുമിച്ചിട്ട പോലെ ഉണ്ട്. പവർ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണില്ല കേട്ടോ. ക്യാമറയുടെ ലെൻസ് ഫുൾ ബ്ലർ ആവും. ഒരു രക്ഷയില്ല. ഒരു ലൈറ്റ് കൊണ്ടുള്ള പവർ കിട്ടണുണ്ടോ. നമ്മൾ എത്ര ലൈറ്റ് വയ്ക്കാറെന്ന് അറിയോ. ഇത് ഒരു കിഡ് സാധനം. ഇത് നമുക്ക് ശരിക്കും എത്ര പവറൊന്നും വേണ്ട. നമ്മൾ ഇനി ഡയറക്റ്റ് നമുക്ക് ഇനി നമ്മുടെ സോഫ്റ്റ് ബോക്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇത് കൺട്രോൾ ആക്കിയിട്ട് 70% 65% ഇത് ഞാൻ ഏറ്റവും ബേസിക് ഇട്ട് കഴിഞ്ഞാൽ 10%. ഇതാണ് 10% കണ്ടോ. ഇതിപ്പോൾ നമ്മൾ ഹാർഡ് ലൈറ്റാണ്. നമ്മുടെ സോഫ്റ്റ് ബോക്സിലാണ്ട് രക്ഷയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കീഡു സാധനം. നമ്മുടെ വീഡിയോ
ലൈറ്റ്, പ്രൊഫഷണൽ വീഡിയോ ലൈറ്റ്. അപ്പോൾ ഇതൊക്കെ സെറ്റപ്പ് നമുക്ക് സോഫ്റ്റ് ബോക്സ് ഇനി വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഫുള്ള് കാണിക്കാത്തത്. സോഫ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഫുൾ സെറ്റപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഗോഡോക്സിൻ്റെ സോഫ്റ്റ് ബോക്സ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഓവർ ഹെഡ് ട്രൈപോഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഡിജിടെക്കിൻ്റെ തന്നെ. ഇത് വലിയ വെയിറ്റ് ഒന്നും ഇല്ല, അത് കാരണം സുഖമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്, കാണുമ്പോൾ ഭയങ്കര ഹെവി സംഭവം വിചാരിക്കും, പക്ഷേ ഹെവി വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമ്മുടെ ചാനൽ പതുക്കെ ഇങ്ങനെ വലുതായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ 2ാം ചാനൽ കാണാത്തവർ പോയി കണ്ടോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയിക്കണ്ടേ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് കൊടുക്കുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ അടിക്കാത്തവർ ഫോളോ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ അടുത്ത വീട്ടിലാണോ? ബൈ. വെയിറ്റ് വന്നു തുടങ്ങി.